കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതി പേരുമാറ്റൽ യോജനയായി മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. സമാനമായ രീതിയിൽ തന്നെ നമ്മൾ നിരവധിയായ പദ്ധതികൾ ഇത്തരത്തിൽ ഇവർ പേര് മാറ്റി അവതരിപ്പിക്കുന്ന കാഴ്ച നമ്മളെല്ലാം ഇന്നലെ കണ്ടിട്ടുണ്ട്. 95-ലെ നരസിംഹറാവു സർക്കാർ കൊണ്ടുവന്ന മിഡ് ഡേ മീൽസ് പദ്ധതി, സ്കൂളുകളിൽ നടപ്പിലാക്കിയിരുന്ന മിഡ് ഡേ മീൽസ് പദ്ധതി, ആ പദ്ധതി PM പോഷൺ എന്ന പേരിലേക്ക് പേര് മാറ്റി അവതരിപ്പിക്കുന്ന ഒരു സാഹചര്യം നരേന്ദ്രമോദി സർക്കാരിന്റെ കാലഘട്ടത്തിലുണ്ടായി. ഈ 5 വർഷക്കാലം കൊണ്ട് 84,000 സ്കൂളുകളാണ് ആ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് പേര് മാറ്റി അവതരിപ്പിക്കുന്ന പദ്ധതികൾക്ക് അപ്പുറത്തേക്ക് UPA സർക്കാർ കൊണ്ടുവന്നതുപോലെ, അല്ലെങ്കിൽ അതിനു മുമ്പുണ്ടായിരുന്ന കോൺഗ്രസ് സർക്കാരുകൾ കൊണ്ടുവന്നതുപോലെ ജനങ്ങളുടെ പട്ടിണി മാറ്റുന്നതിനോ ജനങ്ങൾക്ക് തൊഴിൽ നൽകുന്നതിനോ അവർക്ക് വരുമാനം ഉറപ്പാക്കുന്നതിന് വേണ്ടുന്ന പദ്ധതികൾ കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാരിന് സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല, കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതി പേരുമാറ്റൽ യോജനയായി മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. മഹാത്മാഗാന്ധിയുടെ പേര് തന്നെ ഈ പദ്ധതിയിൽ നിന്ന് നീക്കം ചെയ്യുകയാണ്. മഹാത്മാഗാന്ധിയുടെ പേര് നീക്കം ചെയ്യുന്നത് രാഷ്ട്രപിതാവിനോടുള്ള അവഹേളനമായിട്ടാണ് കണക്കാക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഇപ്പൊ ഗാന്ധിയെ വെടിവെച്ച് കൊന്നിട്ടും അദ്ദേഹത്തിന്റെ ഓർമ്മകൾ ഭയക്കുന്ന ഒരു സംഘപരിവാർ ശ്രമങ്ങൾ നമുക്ക് നിരന്തരമായി കാണാൻ വേണ്ടി സാധിക്കുന്നു. ഗാന്ധിയെ ഭയക്കുന്ന ഒന്നായി സംഘപരിവാർ നിരന്തരമായി നിലനിൽക്കുന്നതുകൊണ്ടാണ് സംഘപരിവാർ അജണ്ടയുടെ ഭാഗമായി മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് അദ്ദേഹത്തിന്റെ പേര് നീക്കം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ മുൻനിർത്തി കൊണ്ട് തന്നെ അതിശക്തമായ പ്രതിഷേധ പരിപാടികൾക്ക് യൂത്ത് കോൺഗ്രസ് തുടക്കം കുറിക്കുന്നതിന്റെ ഭാഗമായി മുഴുവൻ നിയോജകമണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ന്യൂ ഇയർ ദിനത്തിൽ ജനുവരി മാസം 1-ാം തീയതി ഇവിടെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് ഗാന്ധിയുടെ പേര് നീക്കം ചെയ്തതിലും ആ പദ്ധതിയെ ഇല്ലായ്മ ചെയ്യുന്നതിലും, അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഈ 2 തവണയായി തുടർച്ചയായി റെയിൽവേ യാത്രാ നിരക്ക് കൂട്ടിയതിലുമെല്ലാം പ്രതിഷേധിച്ച് 140 നിയോജകമണ്ഡലം കേന്ദ്രങ്ങളിലും യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള പ്രതിഷേധ പരിപാടികളും നരേന്ദ്രമോദിയുടെ കോലം കത്തിച്ചുള്ള സമരങ്ങളും ഉൾപ്പെടെയുള്ള പരിപാടികൾ പ്രഖ്യാപിക്കപ്പെടുകയാണ്. അതോടൊപ്പം ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരുമാറ്റവും അതോടൊപ്പം തന്നെ ഈ പദ്ധതി ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന സർക്കാരിന്റെ നടപടികൾക്കെതിരായി മുഴുവൻ ജില്ലാ കേന്ദ്രങ്ങളിലും യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്ക് 30-ാം തീയതിക്ക് മുമ്പ് 28, 29, 30 തീയതികളിലായി ഈ സംസ്ഥാനത്തിനകത്ത് മുഴുവൻ ജില്ലാ കേന്ദ്രങ്ങളിലും കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്ക് മാർച്ച് നടത്തപ്പെടുകയാണ്. 3-ാമത്തെ പ്രചരണ പരിപാടി എന്ന നിലയ്ക്ക് കോഴിക്കോട് ജില്ലയിൽ വെച്ച് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആയിരക്കണക്കിന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പങ്കെടുക്കുന്ന, അഖിലേന്ത്യാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പങ്കെടുക്കുന്ന വിപുലമായ ഒരു റാലിയും പൊതുയോഗവും കൂടി സംഘടിപ്പിക്കപ്പെടുകയാണ്. അതോടൊപ്പം തന്നെ ഇന്നത്തെ പത്രമാധ്യമങ്ങൾ ഉൾപ്പെടെ, നിങ്ങളുടെ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്ത മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് വിവാദ വ്യവസായിയുടെ മൊഴിയെടുക്കുകയും അതോടൊപ്പം തന്നെ ഹൈക്കോടതിയുടെ വിമർശനങ്ങളുമായി ബന്ധപ്പെട്ട വാർത്തകളെല്ലാം തന്നെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ നേതൃത്വത്തിലാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപവൽക്കരിക്കപ്പെട്ടത്. അതുകൊണ്ട് മാത്രമാണ് ആ കേസുമായി ബന്ധപ്പെട്ട് 2 മാസക്കാലത്തിനിടയിലെങ്കിലും എന്തെങ്കിലും ഒരു പുരോഗതി ആ കേസുമായി ബന്ധപ്പെട്ടുണ്ടായത്. അതല്ലാത്തൊരു ഘട്ടത്തിലായിരുന്നെങ്കിൽ ഈ അന്വേഷണവും അട്ടിമറിക്കപ്പെടുമായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. നമ്മളൊക്കെ തന്നെ പോറ്റിയുടെ ആദ്യഘട്ടത്തിലെ പ്രവേശനം, ആദ്യഘട്ടത്തിൽ പോറ്റി കടന്നു വരുന്നത് അന്നത്തെ ദേവസ്വം വകുപ്പിന്റെ മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രന്റെ നിർദ്ദേശപ്രകാരമാണ് പത്മകുമാർ അതുമായി ബന്ധപ്പെട്ട നടപടികൾ എടുത്തതെന്ന് അദ്ദേഹം തന്നെ ഒരു ഘട്ടത്തിൽ വെളിപ്പെടുത്തുന്ന സാഹചര്യമുണ്ടായി. ആ കടകംപള്ളിയെ ഇതുവരെ ചോദ്യം ചെയ്യാൻ ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് സാധിച്ചിട്ടില്ല. ശബരിമലയിൽ നിന്ന് എത്ര സ്വർണമാണ് മോഷണം പോയത്? ആ മോഷണം പോയ സ്വർണം കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് സാധിക്കുന്നില്ല.